ഭസ്മാസുരന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭസ്മാസുരന്റെ കഥ വളരെ പ്രസിദ്ധമാണ്. ഭസ്മാസുരൻ ശിവഭക്തനായിരുന്നു. ശിവനിൽ നിന്ന് ഒരു വരം ലഭിക്കാൻ അദ്ദേഹം വലിയ തപസ് ചെയ്തു. തപസ്സിന്റെ ഫലമായി മഹാദേവൻ സന്തുഷ്ടനായി അദ്ദേഹത്തോട് ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ഭസ്മാസുരൻ അമർത്യത ആവശ്യപ്പെട്ടു. പക്ഷേ ശിവൻ തനിക്ക് അമർത്യത നൽകാൻ അധികാരമില്ല എന്ന് പറഞ്ഞു. തുടർന്ന് ഭസ്മാസുരൻ താൻ ആഗ്രഹിക്കുന്ന വരത്തിന്റെ രീതി മാറ്റി. തൻ്റെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ആരുടെ തലയിൽ സ്പർശിച്ചാലും അയാൾ കത്തിച്ചാമ്പലാകണം എന്ന വരം ചോദിച്ചു. ക്ഷിപ്രപ്രസാദിയായ മഹാദേവൻ ഭസ്മാസുരന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. എന്നാൽ അഹങ്കാരിയായ ഭസ്മാസുരൻ ആ വരം ശിവനിൽ തന്നെ പ്രയോഗിക്കാൻ തീരുമാനിച്ചു. മഹാദേവൻ ഇല്ലാതെയായാൽ ലോകത്തിന്റെ ശക്തി പിടിച്ചടക്കാമെന്നും പാർവതി ദേവിയെ സ്വന്തമാക്കാം എന്നും അയാൾ ആഗ്രഹിച്ചു. തൻ്റെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് മഹാദേവനെ തൊടാനായി അദ്ദേഹം ശ്രമിച്ചു. മഹാദേവൻ എവിടെ പോയാലും ഭസ്മാസുരൻ മഹാദേവനെ തൊടുന്നതിനായി അദ്ദേഹത്തെ പിന്തുടർന്നു. ഒടുവിൽ മഹാദേവൻ ശ്രീ മഹാവിഷ്ണുവിനെ ആശ്രയിച്ചു. മഹാവിഷ്ണുവിന്റെ അടുത്ത് ഈ പ്രശ്നം പറഞ്ഞു. സംഘർഷം ഒഴിവാക്കാനായി ഒരു വഴി പറഞ്ഞു തരാൻ വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു. മഹാവിഷ്ണു മോഹിനിയുടെ രൂപം സ്വീകരിച്ച് അസുരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മോഹിനി വളരെ സുന്ദരിയായിരുന്നു. ഭസ്മാസുരൻ ഉടൻ തന്നെ മോഹിനിയിൽ ആകൃഷ്ടനാകുകയും തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നൃത്തം തനിക്ക് വളരെ ഇഷ്ടമാണെന്നും തൻ്റെ നൃത്ത ചുവടുകൾ പൊരുത്തപ്പെടുവാൻ കഴിയുമെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ വിവാഹം കഴിക്കൂ എന്നും അവൾ മറുപടി നൽകി. ഭസ്മാസുരൻ സമ്മതിച്ചു. അങ്ങനെ അവർ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഭസ്മാസുരൻ മോഹിനിയുടെ നീക്കങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനാൽ ആ പരിപാടി ദിവസങ്ങളോളം നീണ്ടുനിന്നു. നൃത്തം ചെയ്യുന്നതിനിടയിൽ മോഹിനി തൻ്റെ കൈ, പ്രത്യേകിച്ച് ചൂണ്ടുവിരൽ, സ്വന്തം തലയ്ക്ക് മുകളിൽ വെച്ചിരിക്കുന്ന ഒരു പോസ് ചെയ്തു. ഭസ്മാസുരൻ അവളെ അനുകരിച്ചപ്പോൾ ചൂണ്ടുവിരൽ കൊണ്ട് സ്വന്തം തലയിൽ സ്പർശിച്ചു. ഉടൻ തന്നെ ഭസ്മാസുരൻ കത്തിക്കരിഞ്ഞ് ചാരമായി പോയി. സ്വയം മതിമറന്നിരിക്കുന്ന അവസ്ഥയിൽ ഭസ്മാസുരൻ തനിക്ക് ലഭിച്ച വരത്തെപ്പറ്റി മറന്നുപോയി. മറ്റൊരാളെ ആപത്തിലാക്കാൻ എന്ത് ചെയ്താലും അത് സ്വയം വിനയാകും എന്ന തത്വമാണ് ഈ കഥ ഓർമ്മിപ്പിക്കുന്നത്.